തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കി. കരകുളം സ്വദേശി ജയന്തിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ഭാസുരൻ ആചാര്യാണ് ജീവനൊടുക്കിയത്. ഡയാലിസിസ് ചികിത്സയിലായിരുന്നു ജയന്തി. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, നേരത്തെ ഈ ആത്മഹത്യാശ്രമം നടത്തിയ ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നത്. ഇപ്പോൾ ആ മരണം കൂടി സ്ഥിരീകരിക്കുകയാണ്. എന്താണ് ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ കൊടും ക്രൂരതയുടെ കാരണം എന്താണെന്ന് സംബന്ധിച്ച് വ്യക്തത വരുന്നുണ്ടോ റിനു ശ്രീധർ? റിറ്റ്സ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ പട്ടം SUT ഹോസ്പിറ്റലിലെ വൃക്ക സംബന്ധമായ ചികിത്സയ്ക്കെത്തിയ കരകുളം സ്വദേശി ജയന്തി കൊല്ലപ്പെട്ട നിലയിൽ റൂമിൽ കാണപ്പെടുന്നത്. അതിനുശേഷം ഭർത്താവ് ഭാസുരൻ ആചാരി ആശുപത്രിയിലെ 5ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി എന്നുള്ളതാണ്. ഈ ഭർത്താവ് താഴേക്ക് ചാടി എന്ന കാര്യം പറയുവാൻ വേണ്ടി ആശുപത്രി അധികൃതർ ഈ റൂമിലേക്ക് എത്തി. ഡയാലിസിസ് പേഷ്യന്റ് ആണ്, ഡയാലിസിസിന് എത്തിയതാണ്. ഈ എത്തിയപ്പോഴാണ് ഇവർ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഇലക്ട്രിക് ബെഡിന്റെ ചാർജ് ചെയ്യുന്ന കേബിൾ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന സാഹചര്യം, അങ്ങനെ ചുറ്റി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്ന് ഇവർക്ക് ഒരു സർജറി ആശുപത്രിയിൽ നിർദ്ദേശിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏകദേശം 5 ലക്ഷത്തോളം രൂപ അതിന് വേണ്ടിവരും. നിലവിൽ ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് 66 വയസ്സുകാരിയായിട്ടുള്ള ജയന്തിയെ കൊലപ്പെടുത്തി ഭർത്താവ് ഭാസുരൻ ആചാരി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ താഴേക്ക് വീണ 5ാം നിലയിൽ നിന്ന് താഴേക്ക് ആശുപത്രിയുടെ അകത്താണ് വീണത്. ഉടൻ തന്നെ ആശുപത്രി അധികൃതരും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ ഈ ICUയിലേക്ക് പ്രവേശിച്ചു. വേണ്ടുന്ന പ്രാഥമിക ചികിത്സയൊക്കെ തന്നെ നൽകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ നട്ടലിനടക്കം ഗുരുതരമായിട്ടുള്ള പരുക്ക് പറ്റിയിരുന്നു. ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും ബന്ധുക്കൾ അടക്കം നടത്തിയിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് ഭാസുരൻ ആചാരിയും മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യക്ക് തയ്യാറായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ 2 മൃതദേഹങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.